അരുൺ യഹ മധുമയ ദേശ് ഹമാര. ജയശങ്കർ പ്രസാദ് എന്ന ഛായാവാദി കവിയുടെ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഭാരതത്തിനെ സ്വീറ്റ് മദർ ലാൻഡായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 1930കളിൽ അദ്ദേഹത്തിൻ്റെ തന്നെ വളരെ പ്രശസ്തമായ ചന്ദ്രഗുപ്ത് എന്ന ഐതിഹാസികമായ നാടകത്തിൽ നിന്നാണ് ഈ കവിത. ആ നാടകത്തിൽ തന്നെ 10-11 വേറെ കവിതകളുമുണ്ട്. ഈ കവിതയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ നാടകത്തിൽ ഇത് ആലപിക്കുന്നത് ഗ്രീസിൽ നിന്ന് വന്ന ഒരു ഗ്രീക്ക് വനിത കാർണേലിയ ആണ് ഇത് ആലപിക്കുന്നത്. ഇവർ അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ സേനാപതി സെല്യൂക്കസിൻ്റെ പുത്രിയായിരുന്നു. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ലോകം കീഴടക്കാൻ ഇറങ്ങിത്തിരിച്ച കാലം. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലൊരു സമാനമായ ചക്രവർത്തി ഉണ്ടായിരുന്നു, ചന്ദ്രഗുപ്ത മൗര്യ. മൗര്യ ഡൈനാസിറ്റി എന്നൊക്കെ നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടില്ലേ? മഗധ കീഴടക്കി എന്ന് വെച്ചാൽ ബീഹാർ ഏരിയ ആണ് നമ്മുടെ ഇപ്പോഴത്തെ. പല നാട്ടുരാജ്യങ്ങളെയും ഒന്നിപ്പിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ ചക്രവർത്തി എന്ന ഖ്യാതി നേടിയ ചന്ദ്രഗുപ്ത മൗര്യ. ചക്രവർത്തി എന്ന് പറയുമ്പോൾ കിങ് ഓഫ് കിങ്സ് ആണ്. ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ട്, അതിൻ്റെ അധിപതിയാണ് ചക്രവർത്തി. സൂത്രധാരനായി ചാണക്യനും ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ സെല്യൂക്കസും ചന്ദ്രഗുപ്തും തമ്മിൽ 2 വർഷത്തോളം ഏറ്റുമുട്ടി. അവസാനം ഒരു വിവാഹ ഉടമ്പടിയോടെയാണ്, ഒരു കോംപ്രമൈസ് എന്ന നിലയ്ക്കാണ് സെല്യൂക്കസിൻ്റെ പുത്രി കാർണേലിയയും ചന്ദ്രഗുപ്തുമായിട്ടൊരു വിവാഹം ഉറപ്പിക്കുന്നത്. അങ്ങനെയാണ് കാർണേലിയ ചന്ദ്രഗുപ്തൻ്റെ ഭാര്യയായത്. ആ കാർണേലിയ സിന്ധു നദീകരയിലിരുന്ന് ഭാരതത്തിൻ്റെ സൗന്ദര്യവും ഭാരതത്തിൻ്റെ സംസ്കാരവും കണ്ട് ഈ നാടിനെയും നാട്ടുകാരെയും പുകഴ്ത്തി പാടുന്ന ഒരു ഗീതമാണ് ഈ മധുമയ ദേശ്. അതുകൊണ്ട് തന്നെ ഇതിനെ കാർണേലിയ കാ ഗീത് എന്നും അറിയപ്പെടും. ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് അന്നത്തെ എഴുത്തുകാരുടെ ഒരു ടെക്നിക്കായിരുന്നു. കാരണം 1930s ഇന്ത്യ ബ്രിട്ടീഷ് രാജിൻ്റെ കീഴിലായിരുന്നു. ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് രാജിൻ്റെ കീഴിൽ വല്ലാതെ വീർപ്പുമുട്ടുകയായിരുന്നു ജനങ്ങൾ. മനസ്സിൽ അപകർഷതാബോധം വല്ലാതെ വളരുകയും ബ്രിട്ടീഷുകാരും അവരുടെ ഭാഷ, അവരുടെ സംസ്കാരം, അവരുടെ വേഷവിധാനം ഇതെല്ലാമാണ് ശ്രേഷ്ഠം, ഇതാണ് അനുകരിക്കേണ്ടവ എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടായി തുടങ്ങി. അത് അൺഫോർച്ചുനേറ്റ്ലി ഇന്നും ഉണ്ട്. ഇംഗ്ലീഷ് വളരെ സുപ്പീരിയർ ഭാഷയാണെന്നും അവരുടെ വേഷവിധാനമാണ് മോഡേൺ എന്നും ശ്രേഷ്ഠമായി കാണുന്ന ഒരു ചിന്താഗതി ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. നമ്മെ ബ്രിട്ടീഷുകാർ വിട്ടുപോയിട്ട് ഇത്രയും വർഷമായെങ്കിലും നമ്മളിപ്പോഴും മാനസികമായി അവരുടെ കോളനിയാണ്. അതാണ് നിയോ കൊളോണിയലിസം. ഏതായാലും ഇവിടെ അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ആമുഖം ഇല്ലാതെ ഈ കവിത ചർച്ച ചെയ്യാൻ പറ്റില്ല. കാരണം അന്നത്തെ ആ ഒരു ഛായാവാദി ധാര, റൊമാൻറ്റിസിസം പുലർത്തിയിരുന്ന കവികളുടെ എല്ലാ പ്രത്യേകതകളും ഈ കവിതയിലുണ്ട്. പ്രകൃതിയെ വളരെയധികം വർണ്ണിക്കുക, അതുപോലെ പെർസോണിഫിക്കേഷൻ, മാനവീകരണം, പ്രകൃതിയിൽ മനുഷ്യൻ്റെ രൂപം ആരോപിക്കപ്പെടുന്നു, മനുഷ്യൻ്റെ ഓരോ ഭാവങ്ങളും എല്ലാം പ്രകൃതിയിൽ കാണുക, പിന്നെ ദേശസ്നേഹം, ഇതെല്ലാം വിളിച്ചോതുന്ന ഒരു കവിതയാണ് മധുമയ ദേശ്. ഇനിയും നമുക്ക് ആ കവിതയിലേക്ക് പോകാം. अरुण यह मधुमय देश हमारा, जहाँ पहुँच अनजान क्षितिज को मिलता एक सहारा. നമ്മുടെ ഈ ദേശിനെ കാർണേലിയ പറയുന്നത് അരുൺ യഹ ദേശ് ഹമാര. അരുൺ എന്ന് പറയുമ്പം സൂര്യൻ്റെ ലാലിമ, സൂര്യൻ്റെ ആ ഒരു തേജസ്. ഈ രാജ്യം, ഈ രാഷ്ട്രം അരുൺ ആണ്, അതുപോലെ തന്നെ മധുമയാണ്. 2 അഡ്ജക്റ്റീവ്സാണ് ഇവിടെ, 2 രീതിയിലാണ് ഇവിടെ നമ്മുടെ ഭാരതത്തിനെ വിശേഷിപ്പിക്കുന്നത്. അരുൺ യഹ മധുമയ ദേശ് ഹമാര. സൂര്യൻ ആക്ച്വലി എന്തിൻ്റെ പ്രതീകമാണ്? തേജസ്, ഓജസ്, എല്ലാവർക്കും ഉണർവ് നൽകുന്ന ഒരു ശക്തിയാണ് സൂര്യൻ. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഫിലോസഫി, ദർശൻ എന്ന് പറയും, അതുപോലെ യോഗ, ആയുർവേദം, ഇങ്ങനത്തെ വേദങ്ങളുടെ അറിവ്, സംസ്കൃതം, ഇതെല്ലാം, ഈ അറിവ്, ഈ സംസ്കാരം എല്ലാം സൂര്യനെ പോലെ മറ്റ് ജനങ്ങൾക്കും മറ്റ് ലോകത്തുള്ള എല്ലാവർക്കും എനർജി നൽകുന്ന രീതിയിലുള്ള ഓജസ്സും തേജസ്സും ഭാരതത്തിനുണ്ട് എന്നാണ് ഇവിടെ പ്രതീകാത്മകമായിട്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ അതുമാത്രമല്ല, യേ ദേശ് മധുമയ ഹെ,
മധു, തേൻ പോലെ മധുരമുള്ള ഒരു നാടാണിത്. ഇവിടെ തേൻ പോലെ മധുരം എന്നുദ്ദേശിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ഇടപഴകുന്ന രീതി, അവരുടെ മനസ്സിലെ ആ ഒരു നന്മ, അവരുടെ ഒരു കൾച്ചർ, അതെല്ലാം മധുമയാണ്. അതവരുടെ സംസ്കാരത്തിനെ മധുമയാക്കുന്നു. അപ്പോൾ കാർണേലിയ വളരെയധികം ഇംപ്രസ്ഡ് ആയിട്ട് പാടുകയാണ്, അരുൺ യഹ മധുമയ ദേശ് ഹമാര, ജഹാ പഹുഞ്ച് അഞ്ജാൻ ക്ഷിതിജ് കോ മിൽത്ത ഏക് സഹാര. ഇവിടെ എത്തുന്നവർക്ക് അഞ്ജാൻ ക്ഷിതിജ് കോ മിൽത്ത ഏക് സഹാര. ക്ഷിതിജ് എന്ന് പറയുമ്പോൾ ഹൊറൈസൺ, നമ്മൾ എന്താ മലയാളത്തിൽ ചക്രവാളം എന്ന് പറയും അല്ലേ. ആകാശവും ഭൂമിയും ഒത്തുചേരുന്ന എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു ഏരിയ. ഇപ്പം നമ്മളൊരു ഓപ്പൺ മൈതാനത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആകാശവും സൂര്യനും വന്ന് മുട്ടുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ അതിനടുത്തോട്ട് നടന്നു ചെല്ലുമ്പോൾ അവിടെ മുട്ടുന്നില്ല. ആക്ച്വലി ഒരു തോന്നലാണ്. കാർണേലിയ പറയുന്നത് ഇന്ത്യയിൽ ദൂരെ നിന്ന് വരുന്ന വിദേശികൾക്ക് പോലും നല്ല ആതിഥേയ സംസ്കാരമാണ് ഇന്ത്യയിലുള്ളവർക്ക്, ജനങ്ങൾക്ക്. അവരെല്ലാവരെയും ഉൾക്കൊള്ളും. എല്ലാ ജനങ്ങളെയും ഇന്ത്യക്കാർ ഉൾക്കൊള്ളും. അതെങ്ങനെയാണ്? ക്ഷിതിജ് കോ ഭി സഹാര മിൽനെ ജൈസാ ഹെ. ഹൊറൈസണിനും ഒരു ആശ്രയം കിട്ടുന്ന രീതിയിലാണ്. കാരണം ഹൊറൈസണിന് ഒരിക്കലും ആശ്രയം കിട്ടത്തില്ല, ആകാശവും ഭൂമിയും ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല. പക്ഷേ ഇന്ത്യയിൽ അതും സംഭവിക്കും. കാരണം ഇമ്പോസിബിൾ പോലും ഇവിടെ നടക്കും. അരുൺ യഹ മധുമയ ദേശ് ഹമാര, ജഹാ പഹുഞ്ച് അഞ്ജാൻ ക്ഷിതിജ് കോ മിൽത്ത ഏക് സഹാര. സരസ താമരസ ഗർഭ വിഭാപർ നാച്ച് രഹി തരു ശിഖാ മനോഹർ. പിന്നീട് ആ ഒരു സൂര്യൻ്റെ കിരണങ്ങൾ, അതിരാവിലെ വരുന്ന സൂര്യൻ്റെ കിരണങ്ങൾ എവിടൊക്കെയാണ് തൻ്റെ സൗന്ദര്യം, തൻ്റെ വിഭ പരത്തുന്നത്? സരസ താമരസ ഗർഭപർ. അങ്ങ് ഗർഭം എന്ന് പറയുമ്പോൾ ഉള്ളിൽ, ഭൂമിയുടെ ആ ഉള്ളിൽ ചതപ്പിൽ കിടക്കുന്ന വിരിഞ്ഞു വരുന്ന താമരയുടെ മുകളിലും സൂര്യൻ്റെ പ്രകാശം വീരുന്നു. അതുപോലെ തന്നെ തരുശിഖാപർ, വലിയ വലിയ വൃക്ഷങ്ങളുടെ ബ്രാഞ്ചസിലും ഈ സൂര്യൻ്റെ കിരണങ്ങൾ പതിക്കുന്നു. അപ്പോൾ സൂര്യൻ്റെ കിരണം ഒരേപോലെ വളരെ ഉയർന്ന വൃക്ഷങ്ങൾക്കും താന്ന ചതുപ്പിൽ വളരുന്ന താമരസ് അല്ലെങ്കിൽ താമര, അതിനും ഒരേപോലെ തൻ്റെ പ്രകാശവും തൻ്റെ ഓജസ്സും നൽകുന്നു. അതുമാത്രമല്ല, ആ വൃക്ഷങ്ങൾ തരുശിഖ അനങ്ങുമ്പോൾ നമുക്ക് തോന്നും, കാറ്റ് വന്നത് അനങ്ങുമ്പോൾ ऐसा लगता है जैसे नाच रही തരുശിഖ മനോഹർ. അവിടെ ഈ സൂര്യൻ്റെ കിരണങ്ങൾ നൃത്തം ചെയ്യുന്ന പോലെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ആ കാഴ്ച. ചിട്ക ജീവൻ ഹരിയാലി പർ മംഗൽ കുംകും സാര. അതുപോലെ ആ സൂര്യൻ്റെ റെഡിഷ് ടിഞ്ചുള്ള ആ ഒരു പ്രകാശം, ഈ ഉദിച്ചു വരുന്ന സൂര്യൻ കാണുന്നവർക്കറിയാം അതിനൊരു യെല്ലോയിഷ് ഓറഞ്ചിഷ് റെഡിഷ് ടിഞ്ചാണ്. അത് ഈ ഭാരതഭൂമിയിലെ ഹരിയാലി എന്ന് പറയുമ്പോൾ വളരെ സമൃദ്ധമായ, നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രത്യേകത, നമ്മുടെ ജിയോഗ്രഫിക്കൽ സ്ട്രക്ചർ വളരെ മനോഹരമാണ്. നമുക്ക് അത്യാവശ്യത്തിന് ഇപ്പോൾ പഞ്ചാബ് ഏരിയ, നമ്മുടെ പഞ്ചാബ് ഏരിയയിൽ വളരെയധികം ധാന്യങ്ങളുണ്ടാവുന്നു. പർവ്വതങ്ങളുണ്ട്, നമുക്ക് ഡെസേർട്ട് ഏരിയ ഉണ്ട് രാജസ്ഥാനിലോട്ട് ചെല്ലുമ്പോൾ. പിന്നെ നമ്മുടെ 3 വശവും കോസ്റ്റൽ ഏരിയ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നാച്ചുറൽ റിസോഴ്സസ് കൊണ്ട് സമൃദ്ധമായിരുന്നു നമ്മുടെ രാഷ്ട്രം. കാശ്മീർ ഭാഗത്താണെങ്കിൽ ആപ്പിളും ആൽമണ്ടും അങ്ങനത്തെ തണുപ്പ് രാജ്യമുണ്ട്. എല്ലാം കൂടെ ഒരു ജോഗ്രഫിക്കൽ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പല വെസ്റ്റേൺ കൺട്രീസിലും ഒന്നെങ്കിൽ ഫുൾ സ്നോ ആയിരിക്കും. നമുക്കത് കാണാൻ വളരെ മനോഹരമായി തോന്നുമെങ്കിലും ഈ നാച്ചുറൽ റിസോഴ്സസിൻ്റെ വെറൈറ്റി അവിടെ കിട്ടില്ല. അതല്ല എങ്കിൽ ഇപ്പം മിഡിൽ ഈസ്റ്റിൽ പോവുകയാണെങ്കിൽ ഫുൾ ഡെസേർട്ട് ഏരിയ. അപ്പോൾ അവിടെ ഈന്തപ്പഴവും ബാക്കി ചില കാര്യങ്ങളും ഉണ്ടെങ്കിലും ഒരു വെറൈറ്റി ഇല്ല. പക്ഷേ ഇന്ത്യ അന്നത്തെ കാലത്ത് തന്നെ സോനേക്ക് ചിടിയ എന്നറിയപ്പെടുന്നത്. കാരണം വളരെയധികം നാച്ചുറൽ റിസോഴ്സസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സൗത്തിലേക്ക് പോവുകയാണെങ്കിൽ കാഷ്യൂ നട്ട്, പെപ്പർ, കാർഡമം, അങ്ങനെ ഇപ്പം പഞ്ചാബൊക്കെ ആണെങ്കിൽ റൈസ്, വീറ്റ്, മെയ്സ് ഇതിനൊക്കെ ഫേമസ് ആയിരുന്നു. ഗുജറാത്തിൽ പോവുകയാണെങ്കിൽ കോട്ടൺ, അങ്ങനെ എല്ലാത്തിനും വൈവിധ്യം ഉണ്ടായിരുന്നു. ആ ഹരിയാലി പർ, ജീവൻ രൂപി ഹരിയാലി പർ എന്ന് വെച്ചാൽ ഇത്രയധികം സമൃദ്ധമായ ഭാരതത്തിൽ മംഗൽ കുംകും ചിട്ടക്കിനെ ജാസാ ഹേ,
നമ്മൾ കുങ്കുമം വാരി വിതറുന്ന പോലെ, എന്ന് വെച്ചാൽ കുങ്കുമം ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. അങ്ങനെ മാംഗളിക് പ്രതീകമാണ്, നല്ല ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. अरुण यह मधुमय देश हमारा, जहाँ पहुँच अनजान क्षितिज को मिलता एक सहारा. सरस तामरस गर्भ विभा पर नाच रही तरु शिखा मनोहर, छिटका जीवन हरियाली पर मंगल कुमकुम सारा. നമ്മൾ കുങ്കുമം നമുക്ക് വളരെ ഒരു ഐശ്വര്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ അതിരാവിലെ സൂര്യൻ്റെ അരുണകിരണങ്ങൾ വീഴുമ്പോൾ അത് കുങ്കുമം വാരി വിതറിയ പോലാണ്. എങ്ങോട്ടാണ് വാരി വിതറുന്നത്? ഭാരതഭൂമിയിലെ ഹരിയാലിയിലേക്ക്. ഇവിടെ സമ്പുഷ്ടമായി വളരുന്ന ഹരിയാലി, ഇവിടെ സമ്പുഷ്ടമായി വളരുന്ന നമ്മുടെ കൃഷി സമ്പത്ത്, അതിൻ്റെ മുകളിലോട്ട് കുങ്കുമം പ്രകൃതി തന്നെ വാരി വിതറുന്ന പോലെയാണ് കാർണേലിയയ്ക്ക് തോന്നുന്നത്. ലഘു സുരധനു സേ പങ്ക് പസാരെ, ശീതൽ മലയ സമീർ സഹാരെ. പിന്നീട് ഇവിടത്തേക്ക് വന്നുകൂടുന്ന പക്ഷികളെ പറ്റി പറയാണ്. അവരെങ്ങനെയാണ്? ലഘു സുരധനൂസെ പങ്ക് പസാരെ. അവർ കൊച്ചു കൊച്ചു പക്ഷികൾ, നല്ല കളർഫുൾ പക്ഷികളാണ്. അവർ സുരധനുവിനെ പോലെയാണ്. സുര എന്ന് പറയുമ്പം ദേവന്മാർ, അസുരന്മാർ കേട്ടില്ലേ, സുരദേവന്മാർ. അപ്പോൾ ധനു, അവരുടെ ദേവന്മാരുടെ ധനുഷ് അല്ലെങ്കിൽ ഇന്ദ്രധനുഷ്, അതുപോലെ കളർഫുള്ളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കിളികൾ എങ്ങനെയാണ് ഇങ്ങോട്ട് പറന്നു വരുന്നത്? പങ്ക് പസാരെ, ചിറകുകൾ അടിച്ച്. എന്തിൻ്റെ സഹായത്തോടെയാണ് വരുന്നത്? ശീതൽ മലയ സമീർ സഹാരെ, മലയപർവ്വതത്തിലെ ശീതളമായ കാറ്റ് തലോടി അതിൻ്റെ സപ്പോർട്ടോടുകൂടി, അതിൻ്റെ സഹായത്തോടു കൂടി ഈ പക്ഷികൾ ഇന്ത്യയിലേക്ക് വരികയാണ്. എങ്ങനെയാണ് വരുന്നത്? സമജ നീട് നിജ പ്യാര. അവരുടെ നീട് എന്ന് വെച്ചാൽ കൂട്, അവരുടെ ചേക്കേറാനുള്ള കൂടാണ് ഈ ഭാരതം. അവരുടെ സ്വന്തം ഒരു വീടാണ്. നീട് എന്ന് പറയുമ്പോൾ ആശിയാന, കൂട്, അതാണ് ഭാരതം എന്ന് പറഞ്ഞ് ഇസോർ മൂക്കിയെ, ഭാരതത്തിലേക്ക് നോക്കി, എന്ന് വെച്ചാൽ ഈസ്റ്റേൺ ഡയറക്ഷൻ, ഈ ഭാരതത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ വന്നാൽ ആശ്രയം കിട്ടും എന്നുള്ളൊരു ഉറപ്പ വിശ്വാസത്തോടു കൂടി ഇങ്ങോട്ട് ഈ പക്ഷികൾ പറക്കുന്നത് കണ്ടില്ലേ. ഇവിടെ സൂചിപ്പിക്കുന്നത് വിദേശികൾ ഇന്ത്യയിൽ ആശ്രയം കിട്ടും എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് ചേക്കേറുന്ന മനുഷ്യരെ പറ്റിയാണ് പറയുന്നത്. അതല്ല ശരണാർത്ഥികളായിട്ട് വന്നാലും ഇവിടുത്തെ ജനങ്ങൾ ഏത് രീതിയിലും എല്ലാവരെയും ഉൾക്കൊള്ളും, അങ്ങനത്തെ ഒരു സംസ്കാരമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്. അതുകൊണ്ടാണ് ഈ പക്ഷികൾ, ചെറുപക്ഷികൾ ലഘു സുരധനുസെ, കുഞ്ഞുഞ്ഞ് ഇന്ദ്രധനുഷിനെ പോലെ റെയിൻബോ കളേഴ്സുള്ള ഈ പക്ഷികൾ പങ്ക് പസാരെ, ശീതൽ മലയ സമീർ സഹാരെ. സമീർ വേറെ ഒന്നുമല്ല, വായു, കാറ്റ്. മലയ സമീർ, ശീതൽ സമീർ. എങ്ങനെയാണ്? മലയപർവ്വതത്തിൽ നിന്ന് തലോടി. പറയപ്പെടുന്നത് മലയപർവ്വതത്തിൽ ഒരുപാട് ചന്ദന വൃക്ഷങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു തണുപ്പ്, ആ കാറ്റിൻ്റെ തണുപ്പും സുഗന്ധവും തലോടി അതിൻ്റെ സപ്പോർട്ടോടുകൂടി ഈ പക്ഷികൾ ഭാരതത്തിലേക്ക് വന്ന് ചേക്കേറും. എന്തും വിചാരിച്ചാണ്? നീട് നിജ പ്യാര. നിജ മീൻസ് സ്വന്തം, സ്വന്തം കൂടാണിത്. സ്വന്തം, നമുക്ക് എവിടെയൊക്കെ പോയാലും നമുക്ക് നമ്മുടെ കൂട്ടിലേക്ക് തിരിച്ച്, അത് എത്ര ചെറിയ കൂടായാലും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഒരു സന്തോഷം വരുന്നത്. അപ്പോൾ ഈ പക്ഷികളും അതുപോലെയാണ് ഇവിടെ വന്ന് ചേക്കേറുന്നത്. बरसाती आँखों के बादल बनते जहाँ भरे करुणा जल. अब देखिए यहाँ लोगों की जो आँखें हैं അത് ബർസാത്തി ആഖയാണ്. ഇപ്പം പെയ്യും എന്ന് നിൽക്കുന്ന മേഘങ്ങളെ പോലെയാണ്, തുളുമ്പി നിൽക്കുന്ന മേഘങ്ങളെ പോലെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണുകൾ. കരുണ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കരുണാക്കെ ജൽസെ ഭരാ ഹുവാ ഹെ. ദയ, മായ, മമത, ഇതെല്ലാം ഈ ജനങ്ങൾക്ക് വളരെയധികം ഉണ്ട്. ആരുടെ വേദന വേണേലും അവർ ഉൾക്കൊള്ളും. അവരുടെ കണ്ണുകൾ വളരെ സജലമാണ് കരുണ കൊണ്ട്. ബർസാത്തി ആഖോं के बादल बनते जहाँ भरे करुणाजल. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ഭാരതീയരുടെ കണ്ണുകൾ ഇപ്പം പെയ്യുമെന്ന പോലെ തോന്നിക്കുന്ന മേഘങ്ങളെ പോലെയാണ്. അത്രയ്ക്ക് കരുണയുള്ളവരാണ് ഭാരതീയ ജനത. ലഹരെ ടക്കറാത്തി അനന്ത് की,
പാക്കർ ജഹാ കിനാര, അനന്തമായി കിടക്കുന്ന സാഗരമാണ് മൂന്ന് വശവും ഭാരതത്തിൻ്റെ. നമ്മൾ ഭാരതത്തിൻ്റെ ഭൗഗോളിക ഒരു സ്ട്രക്ചർ, ജോഗ്രഫിക്കൽ സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് ബേ ഓഫ് ബംഗാൾ, ഇന്ത്യൻ ഓഷ്യൻ, പിന്നെ അറേബ്യൻ സീ, ഇതെല്ലാം കാണാം മൂന്ന് സൈഡും. അത് അനന്തക്ക് വളരെ അശാന്തമായ ലഹരയാണെങ്കിലും അത് ഇവിടെ വന്ന് ജബ് ടക്കരാത്തി ഹേ, ഇവിടെ വന്ന് നമ്മുടെ തീരത്തോട് വന്ന് ചേരുമ്പോൾ ഈ ലഹർ, ഈ തിരമാലകൾ ഭാരതത്തിൻ്റെ തീരം തൊടുമ്പോൾ ഈ യഹാ കിനാര പാത്തേ ഹെ. കിനാര എന്ന് വെച്ചാൽ അവർക്കൊരു ആശ്രയം കിട്ടുന്നു. വളരെ അശാന്തമായ കടലിന് പോലും ഇന്ത്യ എന്ന ഒരു ലാൻഡ്, മദർ ലാൻഡിലേക്ക് വന്ന് തലോടുമ്പോൾ ഒരു ആശ്രയം കിട്ടുന്ന പോലെ ആണ്. अरुण यह मधुमय देश हमारा, जहाँ पहुँच अनजान क्षितिज को मिलता एक सहारा. सरस तामरस गर्भ विभा पर नाच रही तरु शिखा मनोहर, छिटका जीवन हरियाली पर मंगल कुमकुम सारा. लघु सुर धनु से पंख पसारे, शीतल मलय समीर सहारे, उड़ते खग जिसौर मुँह किए, समझ नीड निज प्यारा. बरसाती आँखों के बादल बनते जहाँ भरे करुणा जल, लहरें टकराती अनंत की പാക്കർ ജഹാ കിനാര. ഇനിയും ലാസ്റ്റ് കവിതയുടെ എൻഡിലോട്ട് എത്തുകയാണ്. ഹേമകുംഭലേ ഉഷാസവേരെ, ഭർത്തി ഢുൽക്കാത്തി സുഖ് മേരെ. ഇനി ഇവിടെയാണ് ഈ പെർസോണിഫിക്കേഷൻ നടക്കുന്നത്. ഈ പങ്ക്തികളിൽ മാനവീകരണ അലങ്കാരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹേമകുംഭലേ ഉഷാസവേരെ, ഉഷാരൂപി സുന്ദരിയെ വർണ്ണിച്ചിരിക്കുകയാണ്. അതിരാവിലത്തെ ആ ഒരു സൗന്ദര്യം ഒരു സുന്ദരിയായ ഉഷാരൂപി സുന്ദരിയായിട്ടാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. ഒരുപാട് കവികൾ ഉഷാസുന്ദരിയെ വർണ്ണിച്ചിട്ടുണ്ട്. ഹേമകുംഭലെ, സൂര്യൻ ആ ഒരു സ്വർണ്ണക്കുടം പോലെ. അപ്പോൾ ഒരു ഉഷാരൂപി സുന്ദരി, ഒരു കുടം, അതും ആ ഗോൾഡൻ കളറുള്ള പ്രഭയുള്ള ആ സൂര്യനാണ് ആ കുടം. അതുമായിട്ടിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഭർത്തി, ആകാശമാകുന്ന കുളത്തിൽ നിന്ന് ഐശ്വര്യമെല്ലാം ഇങ്ങനെ ആ കുടത്തിലേക്ക് നിറച്ചിട്ട് ഢുൽക്കാത്തി എന്ന് വെച്ചാൽ നമ്മുടെ മുകളിലോട്ട് ഇങ്ങനെ കമത്തി ഒഴുക്കി വിടുക. സുഖ് മേരെ, അങ്ങനെ ഒഴുക്കി വിടുന്നത് ഭാരതത്തിലുള്ള ജനങ്ങൾക്കുള്ള സുഖവും ഐശ്വര്യവുമാണെന്നാണ് കവി പറയുന്നത്. ഉഷാസുന്ദരി, ക്ലിയർ ആയല്ലോ പിക്ചർ. ആ അതിരാവിലത്തെ ഉള്ള സൂര്യൻ്റെ മനോഹാരിത ഒരു സുന്ദരിയായ സ്ത്രീയായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ്. ഇതാണ് മാനവീകരൺ. മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ കുടമെടുത്ത് കുളത്തിലിങ്ങനെ മുക്കിയിട്ട് വെള്ളം കോരുന്നത്. ഇവിടെ ആ ഒരു പ്രകൃതിയിൽ അത് ആരോപിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സുന്ദരമായ ആ ഒരു കാഴ്ച എങ്ങനെയാണ്, ഉഷാസുന്ദരി ഒരു സ്വർണ്ണക്കുടം, അത് സൂര്യനാണ്, അതിനെ ഭർത്തി, ആകാശമാകുന്ന ആ ഒരു കുളത്തിലേക്ക് ഇങ്ങനെ മുക്കിയിട്ട് ഢുൽക്കാത്തി, നമ്മുടെ മുകളിലോട്ട് ഇങ്ങനെ ഐശ്വര്യം വാരി വെതറുകയാണ്. മദിർ ഊംഘത്തെ രഹത്തെ ജബ് ജഗ്കർ രജനി രാത്ത് ഭർ. ആ സമയത്ത് ഉഷാസുന്ദരി എന്ന് വെച്ചാൽ അതിരാവിലെ, ഏർലി മോർണിംഗ്. ആ സമയത്ത് നക്ഷത്രങ്ങളുടെ അവസ്ഥ എന്താണ്? വേ രാത്ത് ഭർ ജാഗ്രഹേ ഥേ. രജനി രാത്രി മുഴുവനും കാവൽക്കാരെ പോലെ ഇമ വെട്ടാതെ, ഈ ഇമ ചിമ്മാതെ ആരായിരുന്നു തിളങ്ങിക്കൊണ്ടിരുന്നത്? നക്ഷത്രങ്ങൾ. അപ്പോൾ രാവിലെ ആയപ്പം അവർക്കങ്ങ് ഉറക്കം വരുന്ന പോലെ അവർ ഫേഡായിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റാർസ്. അത് കണ്ടിട്ട് കവി പറയാണ്, മതിർ ഊങ്കത്തെ രഹത്തെ. ഒരു നമുക്ക് ഈ വല്ലാതെ ഉറക്കം വരുമ്പം നമ്മളൊരു ലഹരിയിൽ വന്ന് കണ്ണ് മയങ്ങുന്ന പോലാണ് ഉറക്കം കിട്ടാത്തപ്പം നമ്മുടെ കണ്ണുകൾ. അതുപോലത്തെയാണ് ഈ നക്ഷത്രങ്ങളുടെ അവസ്ഥ. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പല പ്രിൻറ്റിലും, അത് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താലും ബുക്സ് റെഫർ ചെയ്താലും ഈ മതിറിന് പകരം മന്ദിർ ആയിപ്പോയിട്ടുണ്ട് ചില സ്ഥലത്ത്. പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ് ആക്ച്വലി. അത് മതിരാണ്. മതിർ എന്ന് പറയുമ്പോഴാണ് അതിന് മീനിങ് വരുന്നത്. മതിർ ഊംഘത്തെ രഹത്തെ ജബ് ജഗ്കർ രജനി രാത്ത് ഭർ. ലഹരിയിൽ മയങ്ങിപ്പോകുന്ന നക്ഷത്രങ്ങളെ പോലെയാണ് അതിരാവിലത്തെ നക്ഷത്രങ്ങളുടെ അവസ്ഥ. അതുപോലെ ഈ തേർഡ് ലൈനിലും ഒരു പ്രിൻറ്റിങ് ചിലയിടത്ത് കാണാം, സരസ താമരസ്, ചിലയിടത്ത് സരല താമരസ് എന്നും പറഞ്ഞ് കാണാം. പക്ഷേ അത് സരസാണ്. ചെറിയ പ്രിൻറ്റിങ് മിസ്റ്റേക്സ് കാണും. പക്ഷേ ഞാൻ ഒരുപാട് റെഫർ ചെയ്തപ്പം ഇതാണ് എക്സാക്റ്റ്. പഴയ റിസർച്ച് തീസീസ് എല്ലാം ഞാൻ റെഫർ ചെയ്തു ചിലരുടെ. അതിലാണ് ഈ മതിർ ഊങ്കത്തെ രഹത്തെ ജബ് എന്നാണ്, അങ്ങനെയാണ് സെൻസും വരുന്നത്.
മദിർ ഊങ്ങ്തേ രഹത്തെ ജബ് ജഗ്കർ രജനി ഭർ താര. അപ്പോൾ ഈ ലാസ്റ്റ് എങ്ങനെയാണ്? ഹേമ കുംഭലേ ഉഷാ സവേരെ ഭർത്തി ഢുൽക്കാത്തി സുഖ് മേരെ മദിർ ഊങ്ങ്തേ രഹത്തെ ജബ് ജഗ്കർ രജനി ഭർ താര. ഈ കവിത വളരെ മനോഹരമായിട്ട് ഡോക്ടർ കുമാർ വിശ്വാസ് ആലപിച്ചിട്ടുണ്ട്. കുമാർ വിശ്വാസ് ഒരു ആക്ച്വലി പ്രൊഫസർ, ഡൽഹിയിലെ തന്നെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്ത് പിന്നെ കവിത സ്റ്റേജുകളിലും ഇൻ്റർനാഷണൽ ലെവലിലും ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ വളരെയധികം ആരാധനയോടെ കാണുന്ന ഒരു വ്യക്തിയാണ്. ഈ കവിതേനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാം വളരെ ഷാർപ്പ് മെമ്മറിയാണ്. ഓരോ കവിതയും ഓരോ കവികളെയും പറ്റി പറയുന്നതൊക്കെ വളരെ ആധികാരികമായിട്ടും വളരെ നല്ല പ്രസൻറ്റേഷനാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ കവിത ആസ്വദിക്കാം. പിന്നീട് നിങ്ങൾ ഹിന്ദി ആയിട്ട് ടച്ചുള്ളവർ അവരുടെ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണാനും ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. കാരണം ഏതൊരു റൈറ്ററിനെ പറ്റിയും വളരെ മനോഹരമായിട്ട് ഒരു പ്രസൻറ്റേഷൻ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കുമാർ വിശ്വാസ് ആ റൈറ്ററിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുന്നതായിരിക്കും ആദ്യം നല്ലത്. വളരെ മനോഹരമാണ്. അപ്പോൾ നമുക്ക് ആ കവിതയിലേക്ക് പോകാം. अरुण यह मधुमय देश हमारा, अरुण यह मधुमय देश हमारा। जहाँ पहुँचे अनजान क्षितिज को, जहाँ पहुँचे अनजान क्षितिज को, मिलता एक सहारा। अरुण यह मधुमय देश हमारा, अरुण यह मधुमय देश हमारा। सरलताम रस गर्भ विभा पर, नाच रही तरु शिखा मनोहर। छिटका जीवन हरियाली पर, मंगल कुमकुम सारा। अरुण यह मधुमय देश हमारा, अरुण यह मधुमय देश हमारा। लघु सुर धनु से पंख पसारे, शीतल मलय समीर सहारे। उड़ते खग जिस ओर मुँह किए, समझ नीड़ निज प्यारा। अरुण यह मधुमय देश हमारा। बरसाती आँखों के बादल, बनते जहाँ भरे करुणा जल। लहरें टकराती अनंत की, पाकर जहाँ किनारा। अरुण यह मधुमय देश हमारा, अरुण यह मधुमय देश हमारा। हेम कुंभले उषा सवेरे, भरती ढुलकाती सुख मेरे। मंदिर ऊँघते रहते जब जग, कर रजनी भर तारा। अरुण यह मधुमय देश हमारा, अरुण यह मधुमय देश हमारा। അപ്പോൾ ഈ കവിത
നിങ്ങൾ ആസ്വദിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്ത അപ്ലോഡിങ്ങിൽ ഒരു പുതിയ വിഷയമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.